ഹായ്. അപ്പോൾ ദേ നമുക്കിന്ന് ഈ കമ്മൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കമ്മൽ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഞാൻ OHP ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് ബ്ലൂ കളർ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിന് ചുറ്റും മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്റ്റോൺ ചെയിനാണ് ഇത്. നോർമൽ വൈറ്റ് അല്ല, അതിങ്ങനെ പല ഷെയ്ഡ്സ് ഇങ്ങനെ കാണാൻ പറ്റും അതിൽ. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റോൺ ചെയിനാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഹാഫ് പോർഷനോളം ഇങ്ങനത്തെ റൗണ്ട് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒട്ടിച്ചില്ലേ അതേ സ്റ്റോൺ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. നമ്മൾ ആ സ്പേസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ എനിക്കിവിടെ മൊത്തം 6 എണ്ണത്തിനുള്ള സ്പേസാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ കമ്മലിൻ്റെ ഒരു പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സാധനം വാക്സ് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അത് അതേപോലെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവസാനം എല്ലാം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ ദേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വിടാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ സ്റ്റഡ് പോർഷൻ ചെയ്യാം. സ്റ്റഡും ഇതുപോലെ തന്നെ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും ആ സ്റ്റോൺ ചെയിനാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നല്ല സിമ്പിളായിട്ടുള്ള സ്റ്റഡ് തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മളത് ഉണങ്ങിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ഇനി നമുക്ക് ഈ സ്റ്റഡ് പോർഷനും ഹാങ്ങിങ് പോർഷനും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗിയർ വയറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഐപിൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഗിയർ വയർ യൂസ് ചെയ്തിട്ടാണ് അത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഗിയർ വയർ അതിൻ്റെ അകത്തേക്ക് ഇടാനൊരു സ്പേസിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആ വാക്സ് പേപ്പർ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ ടോപ്പ് പോർഷൻ മാത്രമേ ഞാൻ ഇളക്കി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഗമ്മാക്കിയിട്ട് ദേ നമ്മളിങ്ങനെ വളച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗിയർ വയർ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വീണ്ടും അതങ്ങനെ ക്ലോസ് ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമാതിരി ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോർഷൻ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റഡിലേക്കും കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് യു ഷേപ്പിൽ ഗിയർ വയർ വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ സ്റ്റഡിൻ്റെ ബാക്കിലേക്ക് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റഡ് ബേസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങാൻ വിടണം. വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.